ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ആറ്റിങ്ങൽ പാർലമെന്ററി നിയോജക മണ്ഡലം MP ആയ സമ്പത്തും ഭാര്യ ലിസിയുമായിരുന്നു. SFI എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം വഴി തന്നെ ഈ പാർട്ടിയിലേക്ക് വന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷെ ഇന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് പലരും ചേരുന്നതും പലരെയും ചേർക്കുന്നതും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഞാനിപ്പോഴും വിദ്യാർത്ഥിയാണേ. കേരള സർവകലാശാലയുടെ കീഴിൽ ഞാൻ നിയമത്തിൽ ഗവേഷണം നടത്തി. എന്റെ തീസിസ് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് സബ്മിറ്റ് ചെയ്തത്. 10 കൊല്ലമായി ഇതിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ ഞാനത് പൂർത്തിയാക്കി. ഞാനിപ്പോഴും വിദ്യാർത്ഥിയാണ്. ഞാൻ SFI പ്രവർത്തകനല്ല എങ്കിൽ പോലും. അപ്പൊ കുട്ടികള് ഒരു വിദ്യാർത്ഥി സംഘടനയിൽ ആകൃഷ്ടരായി അതിലേക്ക് പ്രവർത്തകരായി വരുമ്പോൾ അവരതിന്റെ എല്ലാം പരിപാടി, ഭരണഘടന ഇതെല്ലാം പഠിച്ച് അങ്ങനെ ഒന്നും അല്ല അവർ വരുന്നത്. ചില മുദ്രാവാക്യങ്ങൾ, ചില അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ അതിൽ ആകൃഷ്ടരായാണ് വരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പലരും പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി നമ്മൾ പരിശോധിച്ചാലും അതിന്റെ പരിപാടി എന്താണ്, അതിന്റെ ഭരണഘടന എന്താണ്, ഇതെല്ലാം പഠിച്ചിട്ടൊന്നുമല്ല അതിലേക്ക് പോകുന്നത്. അതൊരു വിദ്യാർത്ഥി സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ, നമ്മളൊരു വിദ്യാർത്ഥി സമൂഹം എന്നുള്ള നിലയിൽ മാത്രമേ നമ്മൾ അതിനെ കാണേണ്ടതുള്ളൂ. അതൊരു വർഗമല്ല. അപ്പോൾ ആ വിദ്യാർത്ഥി സമൂഹത്തിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇടപെടുന്നതും ഒക്കെ വരുന്ന അവരെല്ലാവരും രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് എല്ലാവരും അവിടേക്ക് കടന്നു വരുന്നില്ല. അങ്ങനെ കടന്നു വരുന്നില്ല. ഞാനിപ്പോൾ വേറൊന്ന് പറയാം. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ ബിരുദം നേടി വരുന്നത് അഭിഭാഷകരാണ്, അഡ്വക്കേറ്റ്സാണ്. പക്ഷേ അത് പ്രാക്ടീസിംഗ് ലോയേഴ്സായി യഥാർത്ഥത്തിലുള്ള അഭിഭാഷകരായി ഈ നിയമബിരുദം നേടിയിട്ട് വരുന്നതിൽ യഥാർത്ഥത്തിൽ ഈ അഭിഭാഷകരായി ചെന്നെത്തുന്നത് തുടക്കം കുറിക്കുന്നത് 5%. അതിൽ തുടരുന്നത് പലപ്പോഴും 2% താഴെയാണ്. മറ്റുള്ളവരെല്ലാം വേറെ പല വഴിക്ക് പോവുകയാണ്. നമ്മൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതിലായിരുന്നാലും അവരെല്ലാവരും പൊതുരംഗത്തേക്ക് കടന്നു വരുന്നില്ല. കാരണം അതിൽ കുറെ ആളുകൾ പ്രൊഫഷണൽ രംഗത്തേക്ക് പോകും, മറ്റു പല ആളുകളും അവരുടെ തൊഴിൽ കണ്ടെത്തി പോകും. അത് സ്വാഭാവികമായി മനുഷ്യ സഹജമായി ഉണ്ടാവുന്ന കാര്യമാണ്. അത് പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ. രാഷ്ട്രീയവുമായിട്ട് എങ്ങനെയാണ്? താല്പര്യമുള്ള വിഷയമാണോ? രണ്ടും ഓപ്പോസിറ്റ് കക്ഷികളാണ് ആണോ? അപ്പൊ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന്റെ കൂടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംസാരിക്കണ്ടല്ലോ. അപ്പൊ എന്തായിരിക്കും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രയാസപ്പെട്ടായിരിക്കും ഇദ്ദേഹം ഇതെല്ലാം ഇതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. വളരെ അപാരമായ ക്ഷമ. ഇപ്പോഴാണ് ഈ ഒരു ക്ഷമ ഇത്രയെങ്കിലും ഒന്ന് ഇവിടെ പ്രദർശിപ്പിച്ചത്. കാരണം ഇത് കൈരളിയുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ ഇങ്ങനെ ഒരു അക്ഷമ ഇവിടെ പ്രദർശിപ്പിച്ചാൽ അതൊരു മോശമല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് സഹിച്ചത്, അല്ലെങ്കിൽ ഇത് സഹിക്കില്ല. അതല്ല, ഞാൻ ഈ കഥയൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അല്ല, അതെങ്ങനെയാ? അപ്പൊ നമുക്ക് ഇഷ്ടമല്ല രാഷ്ട്രീയം? ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം നേടിയെടുത്തത് രാഷ്ട്രീയം കൊണ്ടല്ലേ. എന്നാലും അതിനെക്കുറിച്ച് കുറച്ച് ഒരു അവബോധമൊക്കെ ഉണ്ടോ? കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെ? ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. അതെയോ? എഞ്ചിനീയറാണ്. ഈ ഇത്രയും ഡൽഹിയിലൊക്കെ ആയിരുന്നു ഒരുപാട് നാള് നേരത്തെ ജോലി ചെയ്തിരുന്നത്. ഇത്രയും തിരക്കുള്ളൊരു ഭർത്താവ് കുറെ കഴിയുമ്പോൾ നമുക്ക് എന്തിനു വിളിച്ചാലും കിട്ടില്ല, നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ തോന്നില്ലേ? ഒരു സാധാരണ സ്ത്രീ രാഷ്ട്രീയക്കാരെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തന്നെത്താൻ എല്ലാം ചെയ്യാൻ പ്രാപ്തയായിരിക്കണം. അതുപോലെ അതിനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, അവര് സാധാരണ അദ്ദേഹം വീട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് ഉണ്ടെങ്കിൽ. പിന്നെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ അതാ വീട്ടിലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എന്റെ ഫാദറില് പഠിപ്പിച്ചു കൊടുത്തതാവാം, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വീടാണ്. അത് കണ്ടുപഠിക്കണം അവിടെ വന്നു എല്ലാ സ്ത്രീകളും. ഞാനൊരു ഡോക്ടറിലെയാണ്, പക്ഷെ എന്നാലും അതിൽ എന്റെ ഒരു കോ സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരിക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും സാധാരണ ഒരു വീട്ടിൽ കിട്ടുന്ന ബഹുമാനമല്ല ആ വീട്ടിലൊരു സ്ത്രീക്ക് കിട്ടുന്നത്. അതാ അവിടുത്തെ ഒരു രീതി. എങ്ങനെയാണ് പൊതുവെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ, ഭക്ഷണ കാര്യം മറ്റതിനുള്ള അതിന്റേതായിട്ടുള്ള വാശികളോ അല്ലെങ്കിൽ നിർബന്ധമോ? അങ്ങനെ വാശി നിർബന്ധമൊന്നുമില്ല, ടേസ്റ്റി ആയിരിക്കണം. പിന്നെ ഞങ്ങള് തമ്മിൽ എന്താ പറയാ, ഭക്ഷണ കാര്യത്തിൽ പറയുവാണെങ്കിൽ, അല്ല മൊത്തം എല്ലാ സ്വഭാവം പറയുവാണെങ്കിൽ എന്താ പറയാ, അംഗീകരിക്കുന്ന കോമൺ ആയിട്ട് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഫിഷ്. ബാക്കി എല്ലാ കാര്യത്തിലും എല്ലാം എക്സ്ട്രീംസ് ആണ്.
അപ്പൊ ഈ ലേറ്റ് നൈറ്റ് ഒക്കെ വരുമ്പോ ഇങ്ങനെ കാത്ത് ഉണർന്നിരിക്കൂ? ഞങ്ങളുടെ ജോയിന്റ് ഫാമിലി ആണല്ലോ, അച്ഛനും അമ്മയും താഴെ ഉണ്ടല്ലോ, അപ്പൊ പേടിയൊന്നുമില്ല. ചേട്ടാ ഒരാഴ്ചയൊക്കെ ഡൽഹിയിലൊക്കെ പോയി നിൽക്കുക, അല്ലെങ്കിൽ 10 ദിവസം. എന്നാലും വരുന്നവരെ കാത്തിരിക്കുക എന്നുള്ളൊരു അങ്ങനെ ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വൈഫ് ഇങ്ങനെ എനിക്ക് ഞാൻ വരുന്നവരെ ഉറങ്ങാതിരിക്കണം അങ്ങനൊന്നും പറയത്തില്ല. അതുപോലെ തന്നെ വെളുപ്പങ്ങലത്ത് 4 മണിക്ക് എണീറ്റാണല്ലോ ഫ്ലൈറ്റിന് പോകാനായിട്ട്. ഞങ്ങൾ അറിയത്തേ ഇല്ല, ഡിസ്റ്റർബ് ചെയ്യേ ഇല്ല. ലൈറ്റ് ഒന്നും ഇടാതെ ചെറിയ ലൈറ്റ് ഇട്ട് റെഡിയായി പോവാ സമയത്തെ പറയുന്നത്, ഞാൻ ഇറങ്ങി കഥ അടയ്ക്കാന്ന് പറയും. ഡോണ്ട് ഡിസ്റ്റർബ്. അങ്ങനൊന്നും ചെയ്യത്തില്ല. ദേഷ്യപ്പെടും? ആണോ? ദേഷ്യപ്പെടുമെന്ന് വെച്ചാ അങ്ങനെ എന്താ പറയുക, ദേഷ്യക്കാരനല്ല. പിന്നെ ചിലപ്പോ എന്തെങ്കിലും ഇറിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ, മീൻസ് ചിലപ്പോ ഇവന് എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ അങ്ങനെ അധികം ദേഷ്യപ്പെടുത്തുന്നു. ഒരു മോളും കൂടി ഉണ്ടല്ലേ, മൂത്ത മോള്? അവളിപ്പോൾ ബാംഗ്ലൂരാണ്. എന്ത് ചെയ്യുന്നു? ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ മനഃശാസ്ത്രത്തിന് എന്റെ മോൻ അവിടെ പഠിക്കുന്നത്, BA സൈക്കോളജി. BA സൈക്കോളജി ഇപ്പോ 1ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞു. അശ്വതി. ബാംഗ്ലൂരൊക്കെ പോകാറുണ്ടോ? കുട്ടിയുടെ കാര്യമൊക്കെ അന്വേഷിച്ച് പോകാറുണ്ടോ? ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ പോയിരുന്നു. പിന്നെ ഇടയ്ക്ക് അവള് ഈ ഒരു 5-6 ദിവസത്തെ അവധിയെല്ലാം കിട്ടിയാൽ ഇടയ്ക്ക് വന്നിട്ട് പോകും. അങ്ങനെ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന മക്കളോടുള്ള തന്റെ കടമകൾ കറക്റ്റായിട്ട് നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ ഈ തിരക്കിന്റെ ഇടയ്ക്ക്? കിട്ടുന്ന സമയം അവന്റെ കൂടെ നന്നായി ചെലവഴിക്കും. ആ മോളുടെ കാര്യമാണെങ്കിൽ മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും കൊണ്ടുവിടുമായിരുന്നു. ആണോ? എവരി ഡേ. എത്ര തിരക്കാണെങ്കിൽ രാവിലെ ഒരുമിച്ച് പോവും, അവിടെ കൊണ്ടുവിടും. അപ്പൊ അത്ര ഒരു അച്ഛൻ ഇത്ര ഇതിൽ കൂടുതൽ അച്ഛന് ചെയ്യാൻ പറ്റുമോ ഇത്രയും തിരക്കുള്ള ഒരാൾക്ക്? സിനിമ കാണാറുണ്ടോ? ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടിപ്പോ 4 വർഷത്തിലേറെയായി. പിന്നെ ഇദ്ദേഹത്തിന്റെ സിനിമ കാണുന്നത് TV വീട്ടിലുള്ളത് കൊണ്ട് ഇവര് രണ്ടുപേരും തമ്മിലാണ്. അമ്മയും മോനും തമ്മിലുള്ളൊരു ഗുസ്തി ഉണ്ടാവും. കാരണം അവന്റെ ചില വിശേഷപ്പെട്ട ചാനലുകളുണ്ട്, അവന്റെ പ്രിയപ്പെട്ടത്. അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇടപെടാൻ പാടില്ല, അമ്മ ഇത് കാണുമ്പോൾ അവൻ ഇടപെടാൻ പാടില്ല. അപ്പൊ അവർ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കോളും. ഇപ്പൊ എനിക്ക് സിനിമ കാണാനായിട്ട് എന്തെങ്കിലും അവസരം വീണ് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് പലപ്പോഴും വായിക്കാൻ പറ്റുന്നത്. എന്നെ ആരും മൊബൈലിൽ വിളിക്കില്ല, എനിക്കാരെയും വിളിക്കാനും കഴിയില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാൻ 4 മണിക്ക് ഉറക്കമാണിയിട്ട് 6 മണിക്കുള്ള വിമാനത്തിൽ കയറിയാൽ ഡൽഹിയിലെത്തുമ്പോൾ നിലത്തിറങ്ങുമ്പോൾ 10:30 മണി കഴിയും. ഇതിനിടയിൽ എങ്ങനെ പോയാലും ഈ ഭക്ഷണം അവർ കൊണ്ടുതരുന്നതും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ മറ്റ് സമയങ്ങൾ കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കൃത്യമായി കിട്ടും തിരിച്ചുള്ള യാത്രയിൽ. ആ ഒരു 3 മണിക്കൂറിൽ പലപ്പോഴും നന്നായി വായിക്കാൻ പറ്റും, നല്ല ഏകാഗ്രതയോടുകൂടി തന്നെ. പിന്നെ ആ സമയത്ത് ചിലപ്പോൾ ഇതിൽ ചില സിനിമകളുണ്ടാവും, അപ്പോൾ അത് കാണും. അങ്ങനെ ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പാണ് ഞാൻ ഗദ്ദാമ കണ്ടത്. കാണണമെന്ന് പലപ്പോഴും, പഴയ സിനിമയായി. പക്ഷെ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായി. ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാ, മോൻ ഇരിക്കാത്തതുകൊണ്ടാ. അതർവൈസ് നേരത്തെ സെക്കൻഡ് ഷോ കാണാൻ പോയിരുന്നു എപ്പോഴും.